അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏതൊരു വിഷയത്തിലും ആര് പറയും പോലെയാണ് നാം കേൾക്കേണ്ടത്. ഒരു വിഷയമുണ്ടായാൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ ആര് പറഞ്ഞാലാണ് നാം അത് കേൾക്കേണ്ടത്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇത്രയും കാലം കേരളത്തിലുള്ള ജനതകൾ മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഇമാമിങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് നമുക്ക് പലതും ഖുർആൻ നോക്കുമ്പോൾ ഹദീസ് കാണുമ്പോൾ പലതും നമുക്ക് തോന്നുന്നുണ്ടാവാം മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ് എന്ന് ചിലർക്കെങ്കിലും ബോധ്യപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം മുൻഗാമികളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ എല്ലാവരും ചെയ്ത ഒരുപാട് പേര് തലമുറയായി കൊണ്ടുവന്ന ഇമാമിങ്ങളിൽ നിന്ന് കിട്ടിയത് കൊണ്ടുവന്നവർ അതിന് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഖുർആൻ എനിക്ക് തോന്നുമ്പോൾ അത് അങ്ങോട്ട് തെറ്റാണ് എന്ന് ഞാൻ ഖുർആൻ നോക്കുന്ന സമയത്ത് ആ മഹാൻ പറഞ്ഞത് തെറ്റാണ്, ആ ഇമാമിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവന്റെ ബോധത്തിനിക്ക് എന്തെങ്കിലും ഒരു കേടുണ്ട് എന്നാണ്. എന്നല്ലാതെ ആ ബോധത്തിനിക്ക് അല്ലെങ്കിൽ ആ ബോധ്യത്തിനിക്ക് ഒരു വിലയും ഇസ്ലാം നൽകേണ്ടതില്ല, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ നൽകേണ്ടതില്ല. ഇസ്ലാം അതിനെ വകവെക്കൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മൗലവി പറയുന്നത് കേൾക്ക്, ഔലിയാക്കളെ കുറിച്ച് മഹാന്മാരെ കുറിച്ചുള്ള ചില വിഷയങ്ങൾ. ഒരിക്കലും ഇസ്ലാമുമായി യോജിക്കാത്ത, പ്രമാണങ്ങളുമായി ഒരിക്കലും യോജിക്കാത്ത ഒരു അടിസ്ഥാന വിശ്വാസമെങ്കിലും പഠിച്ച മുസ്ലിമിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അത്രയും വളരെ അപകടം പിടിച്ച വിശ്വാസമാണ് കുത്തുബ് ഗൗസ് എന്നൊക്കെയുള്ള ഈ വിശ്വാസം. കുത്തുബ് ഗൗസ് എന്നുള്ള ഈ വിശ്വാസങ്ങളൊക്കെ വലിയ അപകടം പിടിച്ച വിശ്വാസമാണ് പോലും. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല, ഒരു നിലക്കും യോജിക്കാൻ കഴിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിനോട് പറയാനുള്ളത്, ഇസ്ലാമുമായി ഇതിനിക്ക് ബന്ധമില്ല എന്ന് പറയേണ്ടത് മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം പഠിച്ച ഇമാമിങ്ങളാണ്. എനിക്കിതുമായി ബന്ധമില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാനിത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൈകഴുകി ഒഴിവാകാം എന്നല്ലാതെ മുസ്ലിമീങ്ങളെ ഒഴിവാക്കാൻ, അതിൽ നിന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാരെ കുറ്റം പറഞ്ഞ് നടക്കാനോ കിട്ടുകയില്ല എന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് മഹാനായ സുയൂത്തി ഇമാമിന്റെ അൽ ഖബറുദ്ദാൽ അലാ വുജൂദിൽ ഖുത്ബി വൽ ഔതാദി എന്ന് പറയുന്ന കിതാബാണ്. അതായത് കുത്തുബുകളുണ്ട്, ഔത്താദുകളുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം രചിച്ച മഹാനായ സുയൂത്തി ഇമാമിന്റെ കിതാബാണ്. കൂടുതലായ ഒന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ ചില ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ കിതാബ് രചിക്കുന്നത് എന്ന് സുയൂത്തി ഇമാം പറഞ്ഞുകൊണ്ട് പറയാണ്. ഫഖദ് ബലഗനി അൻ ബഅളിമൻ ലാ ഇൽമ ഇൻദഹു, ചില ഇൽമില്ലാത്ത, ഇസ്ലാമിനെ കുറിച്ച് വേണ്ടതുപോലെ അറിവില്ലാത്ത ചിലരെ കുറിച്ച് എനിക്കറിഞ്ഞു, അല്ലെങ്കിൽ ചിലരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി, എനിക്ക് അങ്ങനെ ചിലരെ കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിച്ചു. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവർക്കുള്ള കാര്യമാണ് ഇൻകാർ മസ്തുഹിറ അനിസാദത്തിൽ ഔലിയായി മിൻ അന്ന മിൻഹുൽ അബ്ദാല വനുഖബാ വനുജബാ വഔതാദൻ വഖതാബ. ഇങ്ങനെയുള്ള മഹാന്മാർ, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ നിഷേധിക്കുന്നവരാണ്. ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ സ്ഥാനത്തുള്ളവരാകുന്ന അബ്ദാലികള്, നുഖബാകള്, നുജവാകള്, ഔത്താദുകള്, അഖ്താബുകള്, ഇവരൊക്കെ നിഷേധിക്കുന്ന, ഇവരൊന്നും ഇല്ല എന്ന്, അങ്ങനെയുള്ളവർ തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള ഒരു കിതാബ്, ഇതിനെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടി ഒരു കിതാബ് രചിക്കണമെന്ന്. ഇത്തരത്തിൽ ഇവരിങ്ങനെ പറയാണ് അങ്ങനെയുള്ളവരൊന്നും ഇല്ല, അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് അവര് പറയാണ്. എന്നാലോ ഒക്കത് വറദത്തിൽ അഹാദീസു വൽ ആസാറു ബിഇസ്ബാതി ദാലിക, ഇതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഹദീസുകളും ആസാറുകളും ചരിത്ര സംഭവങ്ങളും മഹാന്മാരാകുന്ന ഇമാമിങ്ങളുടെ കൗലുകളും മുൻഗാമികളുടെ കൗലുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും അവർ ഇതിനൊക്കെ നിഷേധിക്കുകയാണ്. ഇതിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് മനസ്സിലാക്കി എന്താണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ ചെറിയൊരു കൃതി രചിക്കുകയാണ്. അത് മാത്രമല്ല, മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാൻ വേണ്ടിയും ഇതിനെ നിഷേധിച്ച് നടക്കുന്നവരുണ്ടല്ലോ, അവർക്ക് മറുപടി ഒന്നും പറഞ്ഞില്ല എങ്കിൽ അവർ വിചാരിക്കും ഞങ്ങൾ എന്തൊക്കെയോ ആണ്. ഒരു വിഷയം പറയുന്ന സമയത്ത് കൃത്യമായ നിലക്കുള്ള മറുപടി പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർ വിചാരിക്കും ഇതൊന്നും മറുപടി പറയാത്തത്, എനിക്കൊന്നും മറുപടി ഇല്ലാത്തത് കൊണ്ട്. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം പറയാണ്, മറുപടി ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് അവരങ്ങട്ട് പൊങ്ങച്ചം കാണിച്ച് അവരൊക്കെ സംഭവമാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാനും വേണ്ടി അതൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പൊട്ടപ്പോയത്തങ്ങളാണെന്നും, ഇതാണ് യാഥാർത്ഥ്യത്തിലുള്ള ഔലിയാക്കൾ, ഈ ഔലിയാക്കളിൽ ഇങ്ങനെയുള്ള മഹാന്മാരുണ്ട് എന്നും അത് ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ അൽ ഖബറുദ്ദാൽ അലാ വുജൂദിൽ ഖുത്ബി വൽ ഔതാദി എന്ന് പറയുന്ന കിതാബ് ഞാൻ രചിക്കുന്നത് എന്ന് സുയൂത്തി ഇമാം പറയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ സുയൂത്തി ഇമാം പറയുന്നതാണോ നമ്മൾ കേൾക്കേണ്ടത്,
അല്ലെങ്കിൽ ഓരോ സമ്മേളനങ്ങളിലും ഓരോ ആദർശങ്ങൾ, അല്ലെങ്കിൽ ഓരോ അഖീദയുടെ വ്യത്യസ്തമായ രൂപങ്ങൾ എല്ലാം അവർ പറയുന്നത് ഞങ്ങൾ അഖിലുസുന്നയാണ് അഖിലുസുന്നയാണ്. എന്നാൽ ഓരോ സമ്മേളനം നടക്കുമ്പോഴും ഓരോ വിശ്വാസമാണ് ഇവർക്ക്. ഇങ്ങനെയുള്ള വിശ്വാസം മാറ്റി മാറ്റി പറയുന്ന ഇവരെ അംഗീകരിക്കണോ എന്ന് ഓരോ ജനങ്ങളും, കേരളത്തിലുള്ള പൊതുസമൂഹം മനസ്സിലാക്കുന്ന, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ചിന്തിക്കുക. എല്ലാം അല്ലാഹു തആല ഹക്കായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അസ്സലാമു